ക്രിസ്തുവേശുവിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിപ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുകയാണ്. 2026 മെയ് മാസം 8, 9 തീയതികളിൽ ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്ത് വെച്ച് നടത്തപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക ശുശ്രൂഷ മെയ് 8, 9 തീയതികളിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഈ മീറ്റിങ്ങിൽ നടത്തപ്പെടുന്നു. ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഈ മീറ്റിംഗ്. വണ്ടിപ്പെരിയാറിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം കർത്താവിൽ പ്രസിദ്ധരായ പാസ്റ്റർ ആൽവിൻ തോമസ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി അഭിഷിക്തന്മാർ, ദൈവദാസന്മാർ ഈ മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കുന്നു. നിങ്ങളെ ശുശ്രൂഷിപ്പാനായി കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, ഈ മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യരുത്. വണ്ടിപ്പെരിയാറിൽ നടക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ക്രൂസേഡിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് ഈ മീറ്റിങ്ങിൽ ഉണ്ടാകുകയും ചെയ്യണം. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിച്ചാലും മേ ഗോഡ് ബ്ലെസ് യു. ലേഖനം 11-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുന്നു. ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, പ്രവൃത്തിയാലെങ്കിൽ കൃപയല്ല. അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സഭയോട് പൗലോസ് പറയുകയാണ്, ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് ഉണ്ട്. ഒരു ശേഷിപ്പ് ഉണ്ട്. There is a remnant according to the election of grace. ദൈവത്തിൻ്റെ കൃപയാലുള്ള ഒരു ശേഷിപ്പ്. അടുത്തിരിക്കുന്ന ആളോട് പറയുക, നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയാലുള്ള ഒരു ശേഷിപ്പാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മളിത് പറയുമ്പോൾ 2020, 2021, 2022 ടൈമിലൊക്കെ വലിയൊരു പാൻഡമിക് സിറ്റുവേഷനിലൂടെ, പകർച്ചവ്യാധികളുടെ ഒരു കാലഘട്ടങ്ങളിലൂടെ നാം ഓരോരുത്തരും കടന്നുപോയി. അതിലെല്ലാം അപ്പുറമായി എത്രയോ രോഗങ്ങൾ, എത്രയോ വ്യാധികൾ, എത്രയോ പ്രതിസന്ധികൾ, എത്രയോ വെല്ലുവിളികൾ നമ്മുടെ മുൻപിൽ വന്നു. പക്ഷെ ഇന്നും നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ശേഷിപ്പിച്ചത് കൊണ്ടാണ്. ആ ശേഷിപ്പ് എന്ന് പറയുന്നത് കൃപയാലുള്ള, നോട്ട് ബിക്കോസ് ഓഫ് മൈ വർക്ക്, നോട്ട് ബിക്കോസ് ഓഫ് മൈ എബിലിറ്റി, നത്തിങ് ഇൻ മൈ സൈഡ്. എൻ്റെ ഭാഗത്തിൽ എനിക്കൊന്നും തന്നെ പറയാനില്ല. എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ ബുദ്ധിയല്ല. അബ്സല്യൂട്ട്ലി ദിസ് ഈസ് ഗ്രേസ്. എത്ര പേർ അത് സമ്മതിക്കാൻ തയ്യാറാകുന്നു? പരിപൂർണമായും, പൂർണ്ണമായും, കംപ്ലീറ്റായും ഇത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ഈ കാലത്തിലും എന്ന് പൗലോസ് പറയുമ്പോൾ, ഈ കാലത്തിലും എന്ന് പറയുമ്പോൾ മറ്റൊരു കാലത്തിലും ദൈവത്തിന് അങ്ങനെ ഒരു ശേഷിപ്പുണ്ടായിരുന്നു. പൗലോസ് പറയാണ്, ഈ കാലത്തിലും കൃപയാലുള്ള ഒരു ശേഷിപ്പുണ്ട്. അപ്പോൾ മറ്റൊരു കാലഘട്ടവും അങ്ങനെ ഉണ്ടായിരുന്നു. പുതിയ നിയമ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ അതിശക്തനായ എഴുത്തുകാരനായിരുന്നു പൗലോസ്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ എഴുതുന്ന മനുഷ്യനാണ്, സാധാ എഴുത്തുകാരനല്ല. പൗലോസിന്റെ എഴുത്തുകൾക്കകത്തൊരു അഭിഷേകം ഉണ്ടായിരുന്നു. അഭിഷേകമുള്ളവൻ എഴുതുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. അഭിഷേകമുള്ളവൻ പാടുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. അഭിഷേകമുള്ളവൻ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അഭിഷേകമുള്ളവൻ മൈക്ക് എടുക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അഭിഷേകമുള്ളവൻ പേന എടുക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അഭിഷേകമുള്ളവൻ ഒരു സ്ഥലത്ത് എൻ്റർ ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അത് ദൈവം പകർന്ന അഭിഷേകത്തിന്റെ ഫ്രാഗ്രൻസ് ആണ്. അഭിഷേകം ഫ്രാഗ്രന്റ് ആണ്. അനോയിന്റിംഗ് ഈസ് എ ഫ്രാഗ്രന്റ് വൺ. കാരണം പഴയ നിയമ കാലഘട്ടത്തിൽ അഭിഷേകം ചെയ്യുവാൻ ഉപയോഗിക്കുന്നത് സാധാ എണ്ണയല്ല, സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്ത എണ്ണയാണ്. സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഏറ്റവും അനോയിന്റിംഗ് ഓയിൽ എന്ന് പറയുന്നത് ചുമ്മാ എടുത്തുകൊണ്ട് വന്ന ഒലിവ് ഓയിൽ എടുത്ത് തലയിൽ ഒഴിക്കുന്നതല്ല. ലേവ്യ പുസ്തകത്തിനകത്ത് അഭിഷേക തൈലത്തിനൊരു കൂട്ടുണ്ട്.
അഭിഷേക തൈലത്തിൻ്റെ കൂട്ടെന്ന് പറയുന്നത് അത് ഫ്രാഗ്രൻസ് ഉള്ളതാണ്, മണമുള്ളതാണ്, ഭയങ്കര ഫ്രാഗ്രൻ്റ് ആണ്. അനോയിൻറ്റിങ് ഒരു മനുഷ്യൻ ക്യാരി ചെയ്യുന്നെങ്കിൽ ആ മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന അഭിഷേകത്തെ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരാൾ പെർഫ്യൂം അടിച്ചിട്ട് വരുമ്പോൾ അതിൻ്റെ സ്മെല്ല് കിട്ടുന്നത് പോലെ, അതിൻ്റെ മണം കിട്ടുന്നത് പോലെ അഭിഷേകമുള്ള ഒരുത്തൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ മാത്രമല്ല അത് തിരിച്ചറിയുന്നത്, ഈ ദേശത്തെ ഭരിക്കുന്ന പൈശാചിക ശക്തികൾ, ഇരുളിന്റെ വാഴ്ചകൾ, അന്ധകാര ശക്തികൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. ഇരു കരങ്ങളും ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. Father, we love you, we praise you, we adore you, we worship you, Lord Jesus. Hallelujah. പൗലോസ് അപ്പോസ്തലൻ ഒരു അഭിഷിക്തനായതിനാൽ തൻ്റെ എഴുത്തുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. തൻ്റെ എഴുത്തുകൾക്ക് വളരെ പ്രത്യേകതകളുണ്ട്. വർഷങ്ങൾ എടുക്കുന്ന കാലഘട്ടങ്ങളെയൊക്കെ ഒറ്റ വാക്കിനകത്ത് ഈ മനുഷ്യൻ എഴുതുമായിരുന്നു. ഈ പഴയ നിയമം എന്ന് പറയുന്ന കാലഘട്ടം ആയിരക്കണക്കിന് വർഷങ്ങളുടെ കാലഘട്ടമാണ്. പുതിയ നിയമത്തിൻ്റെ കാലഘട്ടം പൗലോസിനോടുള്ള ബന്ധത്തിൽ ചില വർഷങ്ങളുടെ കാലഘട്ടമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. പഴയ നിയമ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ ഒരു കാലഘട്ടമാണ്. പുതിയ നിയമ കാലഘട്ടം പൗലോസ് എഴുതുമ്പോൾ ചില വർഷങ്ങളുടെ കാലഘട്ടമാണ്. എന്നാൽ ഈ രണ്ട് കാലഘട്ടങ്ങളെയും കൂടെ ഒറ്റ വാക്കിനകത്ത് എഴുതി കയറ്റി ഈ മനുഷ്യൻ. ആമീൻ. എങ്ങനെ എഴുതിയെന്നറിയാമോ? അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആയിരക്കണക്കിന് വർഷങ്ങളുടെ കാലഘട്ടത്തെ ഒരൊറ്റ സെന്റൻസിനകത്ത് കൊണ്ടുവന്നു. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാക്കാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഏകദേശം ഒരു 4000 വർഷത്തെ ഒറ്റ സെന്റൻസിൽ ആ മനുഷ്യൻ കൊണ്ടുവന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഓ ഹല്ലേലൂയ. ഈ നിലകളിൽ എഴുതുവാൻ പ്രാവീണ്യത ലഭിച്ച, ഈ നിലകളിൽ അഭിഷേകത്തെ കൈകാര്യം ചെയ്ത മനുഷ്യൻ റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ റോമാ സഭയോട് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്, ഈ കാലഘട്ടത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പ് ദൈവകൃപയാലുള്ള ശേഷിപ്പാണ്. അത് പ്രവൃത്തി കൊണ്ടോ, പ്രാർത്ഥന കൊണ്ടോ, സ്വയവിശുദ്ധി കൊണ്ടോ, സ്വയം നീതീകരണം കൊണ്ടോ, വസ്ത്രധാരണം കൊണ്ടോ, വ്യക്തിത്വം കൊണ്ടോ നേടിയെടുത്തതല്ല. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഈസ് ഗ്രേസ്. അത് ദൈവത്തിന്റെ കൃപയാൽ ലഭ്യമായ ഒന്നാണ്. മൈക്കുമായി ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എൻ്റെ കഴിവിലോ മിടുക്കിലോ പ്രാവീണ്യത്തിലോ അല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെ വിളിച്ച് വേർതിരിച്ച സ്വർഗത്തിലെ ദൈവം എൻ്റെ മേലിട്ട കൃപയാലാണ്. കൃപയാൽ. ഇത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ ആയുസ്സോടെ ഇരുന്നത് എൻ്റെ പ്രവൃത്തിയാലല്ല, ദൈവത്തിന്റെ കൃപയാൽ. ഞാൻ അനുഭവിച്ച മുഴുവൻ നന്മകളും ദൈവത്തിന്റെ കൃപയാൽ. ഞാൻ ചെയ്തെടുത്ത മുഴുവൻ ശുശ്രൂഷകളും ദൈവത്തിന്റെ കൃപയാൽ. കൃപയാൽ. ഒന്നും കൂടെ ആഴമായി പറഞ്ഞാലും കൃപയാൽ, നീട്ടിപ്പരത്തി പ്രസംഗിച്ചാലും കൃപയാൽ, ആഴത്തിൽ എഴുതിയാലും കൃപയാൽ, വർണ്ണിച്ചാലും കൃപയാൽ, നീതി എല്ലാം എവ്രിവെയർ ഐ ക്യാൻ സീ ഓൺലി ഹിസ് ഗ്രേസ്. എനിക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. നമുക്കൊരു കാര്യം ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട് എന്ന് പൗലോസ് പറയുമ്പോൾ, പഴയ നിയമത്തിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ എവിടെയോ അങ്ങനൊരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഏലിയാവിൻ്റെ പ്രവാചകനായ ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുള്ളവരുമായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. അന്ന് ആ ദേശത്തിൽ ആഹാബും ഇസബേലും ഭരണം നടത്തുമ്പോൾ ആ ദേശത്തിൽ വാണശക്തിയാണ്, ദേശാന്തര ശക്തിയാണ്, അവരുടെ ദേവനാണ് ബാല് എന്ന് പറയുന്നത്. എന്നാൽ വേദപുസ്തകം വ്യക്തമാക്കുന്നു, അന്ന് ആ കാലഘട്ടത്തിൽ
ഏലിയ പ്രവാചകന്റെ കാലഘട്ടത്തിൽ, ആഹാബും ഇസബേലും ഭരിക്കുന്ന കാലഘട്ടത്തിൽ ബാലിന് മുട്ടുമടക്കാത്ത, അവനെ ചുംബനം ചെയ്യാത്ത 7000 പേര് ദൈവത്തിനുണ്ടായിരുന്നു. ഏലിയാവ് എന്ന് പറയുന്ന ദൈവപുരുഷന് ദൈവം കൊടുത്ത മറുപടിയാണിത്. ഏലിയാവ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇസ്രായേലിൽ ഞാനല്ലാതെ വേറെ ആരും നിനക്ക് വേണ്ടി നിൽക്കാനില്ല. ദൈവം തമ്പുരാൻ പറഞ്ഞു, ഏലിയാവേ, നീ ഒരുത്തൻ മാത്രമല്ല എനിക്കുള്ളത്. ബാലിന് മുട്ടുകുത്താത്ത, അവനെ ചുംബിക്കാത്ത, എന്നെ സേവിക്കുന്ന 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിട്ടുണ്ട്. ആ ശേഷിപ്പിനകത്ത് നിന്ന് മറ്റൊരു കൂട്ടത്തെ തൊടുവാൻ, മറ്റൊരു കൂട്ടത്തെ സ്പർശിക്കുവാൻ, മറ്റൊരു കൂട്ടത്തെ വിടുവിക്കുവാൻ, മറ്റൊരു കൂട്ടത്തിന്റെ മേളിൽ ഒരു ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുവാൻ ഈ ദേശത്തിൽ ദൈവത്തിന്റെ സൈന്യമായി, ദൈവത്തിന്റെ പട്ടാളക്കാരായി ഈ പട്ടണത്തിൽ ഇറങ്ങി വന്ന് നെടുകയും കുറുകയും പ്രാർത്ഥിച്ച് ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് അദൃശ്യമണ്ഡലത്തിൽ ദൈവം തമ്പുരാൻ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ച് അധരങ്ങൾ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞ്, വെറുതെ അല്ല ഈ പട്ടണത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത്. സഭയോട് ഞാൻ പറയുന്നു, കുടുംബങ്ങളോട് പറയുന്നു, വെറുതെയല്ല ഈ പട്ടണത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നത്. പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ, ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ഇവിടെ വിളംബരം ചെയ്യുന്ന ദൈവത്തിന്റെ വചനം, ഇവിടെ പ്രവചിക്കുന്ന പ്രവചനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒരു ജനറേഷണൽ ഡെലിവറൻസിനെ, തലമുറയായുള്ള ഒരു വിടുതലിനെ ഇവിടെ സ്ഥാപിക്കുവാനിടയാക്കട്ടെ. ഞാൻ ഈ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, എല്ലാ കാലത്തിലും ദൈവത്തിൻ്റെതായ ഒരു റെമനന്റ് ഗ്രൂപ്പുണ്ട്, ഒരു ശേഷിപ്പുണ്ട്. മോശയുടെ കാലത്ത് അതുണ്ടായിരുന്നു. ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മോശയുടെ കാലത്ത് ദൈവത്തിനൊരു ശേഷിപ്പുണ്ടായിരുന്നു. ഗിദയോന്റെ കാലത്ത് സകല മിദ്യാന്യ ശക്തികളും ഇസ്രായേൽ ജനതയെ മുടിക്കുമ്പോൾ ഗിദയോന്റെ കാലത്ത് ദൈവത്തിനൊരു ശേഷിപ്പുണ്ടായിരുന്നു. എല്ലാ കാലഘട്ടങ്ങളിലും ദൈവം തൻ്റെ പ്രവൃത്തികൾ ചെയ്തതും തൻ്റെ രാജ്യവും തൻ്റെ നാമവും സ്ഥാപിച്ചതും ഒരു റെമനന്റായ തെരഞ്ഞെടുത്ത ഒരു ശേഷിപ്പിനെയും കൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഇതൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആണ്. ഒരു ശേഷിപ്പിനെ ദൈവം എറണാകുളം പട്ടണത്തിൽ കൊണ്ടുവന്നു. അവിടെ തൻ്റെ രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തു. അവിടുന്ന് ഈ ശേഷിപ്പിനെ തൃശ്ശൂർ കൊണ്ടുപോയി, അവിടെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അവിടെ നിന്ന് പാലക്കാട് കൊണ്ടുപോയി, അവിടെ ഒരു സംഭവം കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്തു. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ ശേഷിപ്പിനെ ആദ്യം എഴുന്നേൽപ്പിച്ചത് കൊട്ടാരക്കര എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ്. ഇന്ന് ഇത് ലോകത്തിന്റെ 5 വൻകരകളിലേക്ക് ഈ ശേഷിപ്പ് സ്പ്രെഡ് ചെയ്യുക. ഞാനിത് വെറുതെ പ്രസംഗിക്കുകയല്ല. ദൈവം നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നതിന്റെ പിറകിൽ എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വലിയൊരു ദൈവിക പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കാര്യത്തിനകത്തും ദൈവം തന്റെ പ്രവൃത്തി ചെയ്യുന്നത് ഈ ശേഷിപ്പിലൂടെയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അത് മതി. പറഞ്ഞാട്ടെ, എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അത് മതി. ആ ശേഷിപ്പിനകത്തുനിന്ന് ദൈവം തന്റെ പ്രവൃത്തി ആരംഭിക്കും. വേദപുസ്തകത്തിനകത്ത് സൗഖ്യങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ വളരെ വ്യക്തമായി ചില വിടുതലുകളെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, ചില ദിവസം കഴിഞ്ഞ ശേഷം യേശു പിന്നെയും കബർന്നഹൂമിൽ വന്നു. അവൻ വീട്ടിലുണ്ടെന്നുള്ള ശ്രുതിയായി. വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. വേദപുസ്തകം പറയുന്നു, ആ 4 ആൾ ആ പക്ഷവാതക്കാരനെ കൊണ്ടുവരുമ്പോൾ പുരുഷാര നിമിത്തം സമീപിച്ചു കൂടാകയാൽ മേൽക്കൂര പൊളിച്ച് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. അടുത്ത വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. യേശു അവന്റെ അല്ല, യേശു അവളുടെ അല്ല, യേശു അവരുടെ.
യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, ആരാണ് ഈ അവർ? അവനെ ചുമന്ന 4 പേർ. ആരാണ് ഈ അവർ? അവനെ വഹിച്ച 4 പേർ. ആരാണ് ഈ അവർ? കിടക്കയോടെ മേൽക്കൂര പൊളിച്ച് കയറിൽ കെട്ടി കട്ടില് താഴോട്ടിറക്കി കർത്താവിന്റെ മുൻപിൽ അവനെ വെച്ചവർ. ഇനി നിങ്ങൾ തിരിച്ചറിയുക, ഈ ചെറുപ്പക്കാരൻ തളർന്നു പോയപ്പോൾ, ഈ ചെറുപ്പക്കാരൻ പാരലൈസ്ഡ് ആയി പോയപ്പോൾ, നിങ്ങൾക്ക് മാനുഷികമായി ഇത് മനസ്സിലാക്കാൻ കഴിയണം. എല്ലാം ഒരു സൂപ്പർഫിഷ്യലായി, സൂപ്പർ നാച്ചുറലായി നിങ്ങൾ കാണുന്നവരാകരുത് പ്രിയപ്പെട്ടവരെ. മാനുഷികമായി മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ ഒരു രോഗിയാകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരൻ രോഗിയാകുമ്പോൾ, ആദ്യമൊക്കെ കുറേ നാളുകൾ എല്ലാവർക്കും ഒരു സെന്റിമെന്റ്സും ഒരു പ്രയാസവും ഒക്കെ ഉണ്ടാവും. ആദ്യത്തെ ഒരു 3-4 വർഷം വീട്ടുകാർ അവനെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യും. പക്ഷെ വീണ്ടും വീണ്ടും അവൻ ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ വർഷങ്ങൾ പിന്നിടുമ്പോൾ അവൻ്റെ ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ ഒത്തിരി ഇല്ലാതാകും. ഉറപ്പായിട്ടും ഇല്ലാതാകും. കാരണം ഒരു വെജിറ്റബിൾ പോലെ കിടക്കുന്ന, എഴുന്നേൽക്കാൻ മേലാതെ കിടക്കുന്ന ഇവനെയും കൊണ്ട് കുടുംബക്കാർക്ക് എന്ത് പ്രയോജനം? എണ്ണീക്കാൻ മേലാതെ കിടക്കയിൽ കിടക്കുന്ന ഇവനെയും കൊണ്ട് നാട്ടുകാർക്ക് എന്ത് പ്രയോജനം? ഇവനെയും കൊണ്ട് ആർക്കെന്ത് സന്തോഷം? ആർക്കെന്ത് ബലം? ഒന്നും തന്നെ ഇവനിൽ നിന്ന് ആർക്കും ലഭിക്കാനില്ല. ഇത് സത്യമായ കാര്യമാണ്. നിങ്ങളും മിണ്ടാതിരിക്കുന്നെങ്കിലും ഒരു വീട്ടിലൊരു മരണം നടക്കുമ്പോൾ ആ ദിവസം എല്ലാവരും വരും, 2ാമത്തെ ദിവസം എല്ലാവരും വരും, ശവടക്കിന് എല്ലാവരും വരും, 3ാമത്തെ ദിവസം ഇത് നേരെ പകുതിയായി കുറയും, 4ാമത്തെ ദിവസം 5 പേര് വരും, 6ാമത്തെ ദിവസം 2 പേര് വരും. ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ ആരും വരൂല. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. പിന്നെ ആരും വരൂല. ഈ മനുഷ്യൻ വർഷങ്ങളായി ഈ രോഗക്കിടക്കയിൽ കിടക്കുന്നു. ഉറപ്പായും അവന്റെ ഒത്തിരി ബന്ധങ്ങൾ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉറപ്പായും അവനെ ഒരുപാട് പേര് മറന്നിട്ടുണ്ട്. ഉറപ്പായും ഇപ്പൊ പഴയതുപോലെ അവൻ ആരുടെയും മനസ്സുകളിൽ സജീവമല്ല. പക്ഷേ എല്ലാ മനസ്സുകളും വ്യക്തിത്വങ്ങളും അവനെ മറന്നിട്ടും, അവന്റെ ബന്ധങ്ങളിൽ ഒത്തിരി ഇല്ലാതായിട്ടും, അവനെ ഓർക്കാനും അവന്റെ അടുക്കൽ വരാനും യേശു സൗഖ്യദായകനായവൻ ആ പട്ടണത്തിൽ വന്നപ്പോൾ അത് വിശ്വസിച്ച് അവൻ്റെ അടുക്കൽ വന്ന്, അതൊരു ഭയങ്കര കാര്യമാണ് കേട്ടോ. അതൊരു ഭയങ്കര കാര്യമാണ്. ഈ നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ച പല ബന്ധങ്ങളും സാഹചര്യങ്ങൾ നിമിത്തം അകന്നു പോയാലും നമ്മെപ്പോലെ കർത്താവിൽ വിശ്വസിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ നഷ്ടപ്പെടാൻ ദൈവം ഒരുപക്ഷെ അനുവദിക്കത്തില്ല. ഞാൻ ഒന്നും കൂടെ പറഞ്ഞാൽ മനസ്സിലാകും. രക്തബന്ധത്തെക്കാൾ ശക്തമേറിയ ബന്ധമാണ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുമായുള്ള ബന്ധം. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. എൻ്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്ന സ്ഥാനത്ത്, എൻ്റെ കുടുംബക്കാരും ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും എന്നെ ഓർക്കാതെ പോയ സ്ഥാനത്ത്, ദൈവത്തിൽ വിശ്വസിക്കുന്ന എന്നെ പോലെ രക്ഷിക്കപ്പെട്ട, എന്നോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്ന ചില പ്രിയപ്പെട്ടവർ എനിക്ക് താങ്ങായി മാറിയിട്ടുണ്ട്. അനുഭവിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ 4 പേര് ഇവന്റെ അടുക്കൽ വരാനും യേശു കർത്താവ് പട്ടണത്തിൽ വന്നിട്ടുണ്ടെന്ന് പറയാനും തയ്യാറായി. ഹല്ലേലൂയ. ചേർന്ന് ആമേൻ പറഞ്ഞേ. ഇവന് വേണ്ടി 4 പേരെ ദൈവം ഒരുക്കി. മനസ്സിലായോ? ഇവന്റെ ജീവിതത്തിൽ ഒത്തിരി ബന്ധങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും, ഇവന്റെ ജീവിതത്തിൽ പലരും ഇവനെ മറന്നു കളഞ്ഞെങ്കിലും, ഇവന്റെ അടുക്കൽ ചെന്ന് യേശു ആ വീട്ടിലുണ്ട്, അവിടെ ചെന്നാൽ ഒരു വിടുതൽ നടക്കുമെന്ന് ഒരാശ്വാസത്തിന്റെ വാക്ക് അവനോട് പറയാനും അവനെ ചുമക്കാനും വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ ആൾക്കൂട്ടമാണെങ്കിലും വിശ്വാസത്തോടെ സ്റ്റെയർ വഴി മേളിൽ കയറി മേൽക്കൂര ഇളക്കി അവനെ കെട്ടി ഇറക്കി കർത്താവിൻ്റെ മുമ്പിൽ വെക്കാൻ, ആ എഫേർട്ട് എടുക്കാൻ 4 പേരെ അവന്റെ ജീവിതത്തിൽ ദൈവം ശേഷിപ്പിച്ചു. സത്യം ഞാൻ നിങ്ങളോട് പറയാം, പലരും നിങ്ങളെ മറന്നാലും ചിലരെ ദൈവം ഒരുക്കും.
പലരും നിങ്ങളെ കരുതിയില്ലെങ്കിലും ചിലരെ ദൈവം ഒരുക്കും. പലരും നിങ്ങളെ ഉപേക്ഷിച്ചാലും പ്രതീക്ഷിക്കാത്ത ചില വഴികളിലൂടെ ഞാനിതൊരു പ്രവചനമായി ചിലതിൻ്റെ മേൽ ഇടുകയാണ്. ഈ ഏപ്രിൽ മെയ് മാസത്തിൽ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ചില തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. പ്രതീക്ഷിക്കാത്ത ചില വാതിലുകൾ ദൈവത്താൽ തുറക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെയോ വഴികൾ അടയപ്പെട്ട്, ഏതൊക്കെയോ വാതിലുകൾ അടയപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന കുടുംബത്തെ നോക്കി പ്രവചിക്കുന്നു. എല്ലാവരും നിന്നെ മറന്ന സ്ഥാനത്ത് കരുതാൻ ദൈവം ചിലതിനെ ഒരുക്കുകയാ. ദൈവം നിന്നെ ഒരുക്കുകയാ. ഹല്ലേലൂയ. 4 കൂട്ടുകാരെ, 4 സുഹൃത്തുക്കളെ സ്വർഗത്തിലെ ദൈവം ഇവന്റെ ബന്ധത്തിനകത്ത് ശേഷിപ്പിച്ചു. കണ്ടോ? ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒരു വിടുതലിലേക്ക് നയിക്കാൻ, നമ്മെ ദൈവത്തിന് കരുതാൻ, നമുക്ക് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവം ചിലരെ ഒരുക്കും. ഇനി ഈ ചിലരെ ഒരുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വ്യക്തികൾക്കൊരു വാക്ക് കൊടുക്കുകയാണ്. They are our destiny helpers. Amen. Jesus. They are our destiny helpers. ദൈവത്തിന് നമ്മളെ എത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന് നമ്മളെ എത്തിക്കാൻ, നമുക്ക് കൈതരാൻ, അവിടെ എത്തിക്കാൻ ദൈവം ചില വ്യക്തികളെ നമുക്ക് വേണ്ടി ഒരുക്കും. Hallelujah. Praise God. They are our destiny helpers. Amen. ഒരിക്കൽ ദാവീദ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ്, ദാവീദ് തൻ്റെ കൊട്ടാരത്തിൽ നിൽക്കുന്ന സീബ എന്ന് പറയുന്ന മനുഷ്യനോട് പറയുകയാണ്, എനിക്ക് ദൈവത്തിൻ്റെ ദയ ശൗലിൻ്റെ കുടുംബത്തോട് കാണിക്കേണ്ടതിന് ആ കുടുംബത്തിൽ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സീബ പറഞ്ഞു, രാജാവേ, യോനാഥാന്റെ മകനായ മെഹിബോശത്ത് എന്നൊരു ചെറുപ്പക്കാരനുണ്ട്, അവൻ മാത്രമാണ് ആ വീട്ടിൽ അവശേഷിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ സവിസ്തരമായി പ്രസംഗിച്ചിട്ടുള്ളതാണ്. സീബ എന്ന് പറയുന്ന മനുഷ്യൻ മെഹിബോശത്ത് താമസിച്ചിരുന്നെടുത്തു പോയി 2 കാലും മുടന്തുള്ള മെഹിബോശത്തിനെ വളരെ വലിയൊരു റിസ്ക് എടുത്ത് ദാവീദ് രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശരിക്കും മെഹിബോശത്ത് എന്ന് പറയുന്ന മനുഷ്യനെ ദാവീദിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സീബ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ, മെഹിബോശത്ത് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ദാവീദ് രാജാവിൻ്റെ അടുക്കൽ റിസ്ക് എടുത്ത് കൊണ്ടുവരാൻ സീബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു എഫോർട്ട് ഇട്ടില്ലായിരുന്നെങ്കിൽ മെഹിബോശത്തിന്റെ ചരിത്രം ഒരു പരാജയ ചരിത്രമായേനെ, ഒരു ചത്ത നായുടെ വില പോലും ഇല്ലാത്ത ചരിത്രമായേനെ. പക്ഷേ മെഹിബോശത്തിന്റെ ചരിത്രം അത്ഭുതകരമായി തീർന്നതിൻ്റെ അതിപ്രധാനപ്പെട്ട കാരണം സീബ എന്ന് പറയുന്ന മനുഷ്യൻ മെഹിബോശത്തിനെ ദാവീദിന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ഹല്ലേലൂയ. ഇങ്ങനെ വേദപുസ്തകത്തിനകത്ത് ഈ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സായി പലരെയും ഞാൻ കാണുന്നു. ഞാൻ വേറൊരു സഹോദരി, ഒരു കൊച്ചു മകളെ കുറിച്ച് പറയാം. ആ മകളെ ഞാൻ കാണുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1, 2, 3 വാക്യം. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് വലിയ ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. ഈ നയമാൻ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. നയമാൻ എന്ന് പറയുന്ന മനുഷ്യൻ സിറിയ എന്ന രാജ്യത്തിന്റെ ക്യാപ്റ്റനാണ്. പരമോന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ്. ആ മനുഷ്യന്റെ കോണ്ടാക്റ്റുകൾ ചെറിയ കോണ്ടാക്റ്റ് അല്ല. ആരും മിണ്ടണില്ലല്ലോ. ഓരോരുത്തരുടെ നിലയും നിലവാരവും അനുസരിച്ചാണ് അവരുടെ ബന്ധങ്ങൾ. ആ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ക്യാപ്റ്റനാണ് നയമാൻ. അതിശക്തനായ ഒരു പട്ടാളക്കാരൻ, അല്ലെങ്കിൽ ഒരു ഓഫീസർ, ഒരു ക്യാപ്റ്റൻ. ആ രാജ്യത്തെ പല യുദ്ധങ്ങളും ജയിപ്പിച്ചവൻ. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, an honorable, a great man
with his master and honorable. അദ്ദേഹം ആ രാജ്യത്തിൽ ഒരു ഗ്രേറ്റ് പേഴ്സൺ ആയിരുന്നു, അപ്പോൾ തന്നെ ഒരു ബഹുമാന്യനായിരുന്നു, രാജ്യത്തിന്റെ ബഹുമതി ലഭിച്ചവനായിരുന്നു. അപ്പൊ ഈ മനുഷ്യൻ ഒത്തിരി ഡോക്ടർമാരെ പരിചയമുണ്ട്, ഈ മനുഷ്യൻ ഒത്തിരി പണമുണ്ട്, ഈ മനുഷ്യൻ ഒത്തിരി കഴിവുണ്ട്, ഈ മനുഷ്യൻ ഒത്തിരി കോണ്ടാക്ട് ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും നയമാൻ കുഷ്ഠരോഗിയായിരുന്നു. എന്നാൽ നയമാന്റെ വീട്ടിനകത്ത് അന്നത്തെ കാലത്ത് ഇസ്രായേലുമായി യുദ്ധം ചെയ്ത് അവിടുന്ന് കവർച്ചപ്പടയായി ഒരു പെങ്കൊച്ചിനെ, ഒരു ബാലികയെ, ഒരു മകളെ അടിമയായി പിടിച്ചോണ്ട് വന്നിരുന്നു വീട്ടുജോലി ചെയ്യിക്കാൻ. അന്നത്തെ കാലത്ത് വീട്ടുജോലി ചെയ്യിക്കാൻ അടിമകളെ കൊണ്ടുവരുമായിരുന്നു. അടിമയായി ഒരു പെൺകൊച്ചിനെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. ആ പെൺകുട്ടിയായിരുന്നു അവിടെ ബൈബിളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് തെറ്റിയിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയ കൊച്ചിന്റെ കാര്യം പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്നൊരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ഒരു പെൺകൊച്ച്, വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു കൊച്ച് അടിമയായി പിടിച്ചോണ്ട് വന്നതാ. നയമാന്റെ വീട്ടിൽ ജോലി ചെയ്യാണ്. ആ പെൺകൊച്ച് നയമാന്റെ ഭാര്യയോട് ഒരു ദിവസം പറഞ്ഞു, യജമാനൻ എന്ന് വെച്ചാൽ നയമാൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ. ശമരിയയിലെ പ്രവാചകൻ ആരാന്നറിയാമോ? എലീശ. ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇതാരോടാണ് ഈ സംസാരിക്കുന്നത്? ഒരു സിറിയ എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ഒരു വലിയ രാജ്യത്തിന്റെ ക്യാപ്റ്റന്റെ ഭാര്യയോടാണ്. ഈ പെൺകൊച്ച് ആ വീട്ടുജോലി ചെയ്യുന്ന കൊച്ചാണ്. സ്തോത്രം. മിണ്ടുന്നില്ല, ശബ്ദമില്ല. അപ്പൊ ഒരു രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ലേഡിയുടെ അടുക്കൽ, ഒരു ക്യാപ്റ്റന്റെ ഭാര്യയുടെ അടുക്കൽ ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെങ്കൊച്ചു പറയുകയാണ്, യജമാനൻ ഇനി എത്ര ബന്ധങ്ങളുണ്ടെങ്കിലും, യജമാനൻ ഇനി എത്ര വലിയ പുള്ളിയാണെങ്കിലും ഈ കുഷ്ഠരോഗം മാറ്റാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. എനിക്ക് ആ മകളെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവൾക്കൊരു സത്യം അറിയാം. എലീശ എന്ന് പറയുന്ന മാൻ ഓഫ് ഗോഡ്, എലീശ എന്ന് പറയുന്ന പ്രൊഫറ്റ് പ്രാർത്ഥിച്ചാൽ, ആ ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ, ആ ദൈവദാസന്റെ പ്രാർത്ഥനയിൽ ഒരു ഡെലിവറൻസ് ഉണ്ടാകുമെന്ന് എവിടെ വെച്ചോ, ഇസ്രായേലിൽ എവിടെ വെച്ചോ ഈ മകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവളുടെ കുടുംബത്തിൽ ആരോ അത് അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ അറിഞ്ഞ സത്യം പറയാതിരിക്കുകയും അസത്യങ്ങൾ മനുഷ്യൻ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ വായു മൂടിയിരിക്കുകയും ചെയ്യുന്നതാണ്. ചേർന്ന് ആമേൻ പറയാം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സത്യം അറിയാമെങ്കിൽ, ഇതെന്തുമാകട്ടെ, ഒരു പാസ്റ്ററെ കുറിച്ചാകാം, ഒരു സഭയെ കുറിച്ചാകാം, കർത്താവിനെ കുറിച്ചാകാം, നിങ്ങളുടെ അകത്തൊരു ലൈറ്റ്, ഒരു വെളിച്ചം കത്തിനിപ്പുണ്ടെങ്കിൽ അത് ഒളിച്ചു വെക്കാനുള്ളതല്ല, അത് തണ്ടിന്റെ മേൽ വെക്കാനുള്ളതാണ്. ഈ മകൾക്കറിയാം യാവേ റാഫ. പറഞ്ഞ യാവേ റാഫ, യഹോവ സൗഖ്യമാക്കുന്നവൻ, യഹോവ സൗഖ്യമാക്കുന്നവൻ. ഇതാ മകൾ ആ സഹോദരിയോട് പറയുകയാണ്, ശമരിയയിൽ പോകുക, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാകും, സൗഖ്യമുണ്ടാകും. ആ മകളോട് പറയുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വാ തുറന്ന് സുവിശേഷം പറയാൻ തയ്യാറായാൽ, അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയാൻ തയ്യാറായാൽ, അരമന കാണുമ്പോഴും അധികാരികളെ കാണുമ്പോഴും വാ പൂട്ടിയിരിക്കാതെ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയാൻ തയ്യാറായാൽ, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാൻ. അല്ലാതെ ഈ സംവിധാനത്തിൽ ഒരു ഡെലിവറൻസ് ഉണ്ടാകത്തില്ല പാസ്റ്റർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നയമാന്റെ ഭാര്യ നയമാനോട് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെങ്കൊച്ച് എന്നോട് പറഞ്ഞു, അങ്ങ് ശമരിയയിൽ, ഇസ്രായേലിൽ എലീശ എന്ന് പറയുന്ന ഒരു പ്രൊഫറ്റ് ഉണ്ട്, ഒരു ദൈവദാസനുണ്ട്, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുഷ്ഠരോഗം മാറുമെന്നാണ് ആ പെങ്കൊച്ച് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ പോണം. ഇനി ആ ആന്റിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അതാ ക്യാപ്റ്റന്റെ ഭാര്യ. ആരാ? ക്യാപ്റ്റന്റെ ഭാര്യ. ഈ ചില ഭാര്യമാരാണ് അവരുടെ ഭർത്താക്കന്മാരുടെ വിടുതലിന്റെ കാരണം. ചില സഹോദരിമാരാണ് അവരുടെ വീടിന്റെ നന്മ. ഈ സഹോദരി, ഞാൻ ക്യാപ്റ്റന്റെ ഭാര്യയാണ്, നീ എൻ്റെ വീട്ടിൽ ചായ ഇടാൻ നിൽക്കുന്ന, അടുക്കളപ്പണിക്ക് നിൽക്കുന്ന പെങ്കൊച്ചാണ്,
നിന്നോട് ഇത് ആര് പറഞ്ഞു എന്നോട് പറയാൻ? ഇറങ്ങിപ്പോകൊച്ചേ എന്ന് പറഞ്ഞ ഒരു അഹങ്കാരിയായ, ഒരു ധിക്കാരിയായ ഒരു സ്ത്രീ ആയിരുന്നു നയമാന്റെ ഭാര്യയെങ്കിൽ അവളുടെ ഭർത്താവ് മരണം വരെയും കുഷ്ഠരോഗിയായിരുന്നേനെ. ആരും മുന്നണില്ലല്ലോ, ഉറപ്പായിട്ടും ആയേനെ. ഈ സഹോദരി നയമാനെ ശമരിക്ക് പോകാൻ എൻകറേജ് ചെയ്തു. എന്റെ ഭാഷയിൽ എൻ്റെ ഒരു ഇമാജിനേഷൻ ആണ്, അങ്ങേർക്ക് പോകേണ്ട പെട്ടിയെല്ലാം ഈ സഹോദരി പാക്ക് ചെയ്ത് മുഴുവൻ സെറ്റാക്കി വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോണം, ആ കൊച്ചു പറഞ്ഞ ശമരിയിൽ നിങ്ങൾ പോണം, ആ ദൈവദാസന്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ഒരു സൗഖ്യം ഉണ്ടാകും പറഞ്ഞു. അവരുടെ കുടുംബജീവിതം ഒത്തിരി നല്ല കുടുംബജീവിതം ആയിരുന്നതിനാൽ ഈ നയമാൻ ആ സഹോദരി പറഞ്ഞ വാക്കനുസരിച്ച് ശമരിക്ക് ചെന്നു. ശമരിക്ക് ചെന്ന് പ്രവാചകനായ എലീശായെ കണ്ടു. എലീശ ആത്മതലത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, നീ പോയി ആ ജോർദനിൽ 7 തവണ 7 പ്രാവശ്യം നീ കുളിക്കണം, അപ്പോൾ നിന്റെ ദേഹം മുൻപിലത്തേത് പോലാകും, നീ ശുദ്ധനാകും. ഒരു ദൈവദാസൻ പറയുന്ന വാക്കാണ്, നിയോഗമാണ്. അതൊരു നിയോഗത്തിൽ പറയുന്നതാണ്, പ്രൊഫറ്റാണ്. ചിലപ്പോൾ പ്രൊഫറ്റിക്കൽ തലത്തിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഗൈഡൻസിൽ പറയും. ഇതൊരു ഒരു നിയോഗത്തിൽ ഒരു അഭിഷിക്തം പറഞ്ഞു തരുന്നതാണ്. ഒരു ഗൈഡൻസിൽ പറയുകയാണ്, നീ പോയി 7 തവണ യോർദാനിൽ കുളിക്കാൻ പറഞ്ഞു. ഈ മനുഷ്യനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ഭയങ്കര ഒരു അതോറിറ്റിയിൽ ഇരിക്കുന്ന ആളാണ്. എങ്കിലും അദ്ദേഹം ഇതനുസരിച്ച് യോർദാനിൽ പോയി 1, 2, 3, 4, 6 തവണ മുങ്ങി പൊങ്ങുമ്പോഴും ഈ 6 തവണയും തൻ്റെ ദേഹത്ത് ഈ മനുഷ്യൻ നോക്കുന്നുണ്ട്, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ 7ാമത്തെ തവണ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമ്പോൾ ബൈബിൾ പറയുന്നു, ഒരു ബാലകന്റെ ശരീരം പോലെ, ഒരു കുഞ്ഞിന്റെ ശരീരം പോലെ ആ ശരീരം സൗഖ്യമായി, ആ ശരീരത്തിൽ വിടുതൽ നടന്നു. ദൈവാത്മാവ് അറിയിക്കുന്നു, ആത്മാവിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി നീ സ്റ്റെപ്പ് വെച്ചാൽ, ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ മറുചോദിയില്ലാതെ ആത്മനിയോഗങ്ങളിൽ കാലെടുത്തു വെച്ചാൽ അതിനകത്തൊരു വലിയ മാറ്റം സംഭവിക്കും. ഞാൻ ഇങ്ങനെ പ്രവചിക്കുന്നു, നിന്റെ വീട്ടിനകത്ത് വലിയൊരു മാറ്റം സംഭവിക്കും, ദേശത്തിനകത്ത് വലിയൊരു മാറ്റം സംഭവിക്കും, ഭർത്താവിൽ, കുഞ്ഞുങ്ങളിൽ, കുടുംബത്തിൽ ഒരു വലിയ ചേഞ്ച് എല്ലാ മേഖലയിലും ഉണ്ടാകും. അവന്റെ ശരീരം ഒരു കുഞ്ഞിന്റെ ശരീരം പോലെയായി. ഹല്ലേലൂയ. ഒരു ബാലകന്റെ ശരീരം പോലെയായി. Like unto the flesh of a little child. അതാ ഞാൻ ഒരു കുഞ്ഞിന്റെ ശരീരം പോലെയായെന്ന് പറഞ്ഞു. ലിറ്റിൽ ചൈൽഡ്, ബാലകൻ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും, ഒരു കുഞ്ഞിന്റെ നല്ല ശരീരം പോലെയായി, നല്ല സ്കിന്നായി. ഈ നയമാൻ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചു. എന്തോ പ്രഖ്യാപനം എന്നറിയാവോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയല്ലാതെ വേറൊരു ദൈവം ഇല്ല. ഇത് ഞാനും നിങ്ങളും പറയുന്ന പോലല്ല, ഞാനും നിങ്ങളും പറയുന്ന പോലല്ല. ഒരു രാജ്യത്തിന്റെ പരമോന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ ഡിക്ലറേഷൻ ആണ്. ഇതൊരു വലിയ കാര്യമാണ്. ഇതിന് ബോബി ബ്രദർ, ഇതിനകത്തൊരു വെളിപ്പാട് കിട്ടണം, ഇതിനകത്തൊരു വെളിപ്പാട് കിട്ടണം ചിലർക്ക്. അപ്പം ചില ആളുകൾ കർത്താവിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ്. ആരും മിണ്ടുന്നില്ല. ചില ആളുകൾ കർത്താവിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ്. അവർ ദൈവത്തെ അറിയേണ്ടത് ആവശ്യമാണ്. അല്ലാതെ നമ്മൾ ഇനി എന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് റീച്ച് ആക്കാൻ, നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഓ താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മനുഷ്യൻ, ഈ ക്യാപ്റ്റനെ ഈ നിലയിൽ കർത്താവ് സൗഖ്യമാക്കിയതുകൊണ്ട് അദ്ദേഹം റോഡ് സൈഡിൽ നിന്നിട്ടൊരു ഡിക്ലറേഷൻ ഇടുകയല്ല, ഒരു രാജ്യത്തിന് ഡിക്ലറേഷൻ കൊടുക്കുകയാണ്, യഹോവയല്ലാതെ വേറൊരു ദൈവമില്ല. ഈ ദൈവത്തെ അക്സെപ്റ്റ് ചെയ്തത് 10 പേരല്ല, ഒരു നേഷനാണ്. സിറിയ എന്ന് പറയുന്ന രാജ്യം മുഴുവൻ കേൾക്കുകയാണ്. നയമാൻ ദ ക്യാപ്റ്റൻ ആ രാജ്യത്തോട് പറയുന്നു, എന്നെ യാവേ എലോഹീം, യാവേ റാഫ, അവൻ എന്നെ സൗഖ്യമാക്കി. വിശ്വസിച്ചോ? യഹോവയല്ലാതെ വേറൊരു ദൈവമില്ല, ഇത് ഞാൻ ഈ രാജ്യത്തോട് പറയുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ
എല്ലാ ആ രാജ്യത്തിലെ മുഴുവൻ ആളുകളിലും ഇത് എത്തുകയാണ്. Amen. Yes. Hallelujah. ആ രാജ്യത്തിലെ മുഴുവൻ ആളുകളിലും ഇത് എത്തുകയാണ്. ഇതിന് ദൈവം ഉപയോഗിച്ചത് ആരെയാ? ഇതിന് ദൈവം ഉപയോഗിച്ചത് ഒരു റവറൻഡ് ഡോക്ടറെ അല്ല, ഒരു വലിയ പാസ്റ്ററെ അല്ല, ഒരു പ്രവാചകനെ അല്ല, ഒരു അഭിഷിക്തനെ അല്ല, ഒരു വീട്ടു ജോലിക്ക് നിൽക്കുന്ന പെങ്കൊച്ചിനെ. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഒരു വീട്ടു ജോലിക്ക് നിൽക്കുന്ന പെങ്കൊച്ചിനെ. ഇന്ന് നിന്റെ കുടുംബം നീ നോക്കണ്ട, നിന്റെ മതം നീ നോക്കണ്ട, നിന്റെ സാഹചര്യം നീ നോക്കണ്ട, നിന്റെ കഴിവ് നീ നോക്കണ്ട. അറിഞ്ഞ സത്യം അറിയിക്കാൻ തയ്യാറായാൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അറിഞ്ഞ സത്യം അറിയിക്കാൻ തയ്യാറായാൽ ദേശത്തിൽ, രാജ്യത്തിൽ ദൈവം നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും. നിങ്ങളെന്ന് അറിയപ്പെടാത്ത, ആരാലും അറിയപ്പെടാത്ത ഒരാളോട്, ഒരു പാപിയോട്, ഒരു ജീവിതം തകർന്ന് തരിപ്പണമായവനോട്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനോട്, ബിസിനസ്സിൽ തകർന്ന് ഒടഞ്ഞു പോയവനോടായിരിക്കും നിങ്ങൾ സുവിശേഷം പറയുന്നത്. നിങ്ങൾ അറിയില്ല, ഒരുപക്ഷെ നാളെ അവൻ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു സുവിശേഷകനായി, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനായി മാറും. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ടെന്ന് എനിക്കറിയില്ല. പറയാൻ മടിക്കരുത്. വീണ്ടും ആവർത്തിക്കുന്നു, പറയാൻ മടിക്കരുത്. അറിഞ്ഞ സത്യം പറയാൻ മടിക്കരുത്. അറിഞ്ഞ കർത്താവിനെ അറിയിക്കാൻ മടിക്കരുത്. അറിഞ്ഞ ദൈവത്തെ അറിയിക്കാൻ മടിക്കരുത്. എന്നോട് സുവിശേഷം പറയാൻ ആ ദൈവദാസൻ മടിക്കാഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളോട് യേശുവിനെ കുറിച്ച് പറയാൻ ആ ദൈവദാസൻ മടിക്കാഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ഈ സത്യം അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരുടെ ഉള്ളിൽ വലിയ ഒരു ഇവാഞ്ചലിസ്റ്റിക് അനോയിന്റിംഗ്, ഒരു ഗ്രേസ് നിങ്ങളുടെ ഉള്ളിൽ ചലിക്കട്ടെ. പറയണം, അതിനെ ഒരു ബ്ലെസ്സിംഗ് ആയി കാണണം. അങ്ങനെ തന്നെ പറയണം. ഹല്ലേലൂയ. നമുക്ക് പറയാൻ പറ്റൂല. ബില്ലി ഗ്രഹാമിനോട് ആരോ സുവിശേഷം പറഞ്ഞതാണ്, ടിനു പാസ്റ്ററോട് ആരോ സുവിശേഷം പറഞ്ഞതാണ്, നിങ്ങൾ കാണുന്ന ദൈവദാസന്മാരോട് ആരാലും അറിയപ്പെടാത്ത ചിലർ സുവിശേഷം യേശുവിനെ കുറിച്ച് പറഞ്ഞതാണ്. നാളുകളിൽ ദൈവം അവരെ ഉപയോഗിക്കുമ്പോൾ അവർ നേടുന്ന ഓരോ ആത്മാക്കളുടെയും പ്രതിഫലം അവരോട് കർത്താവിനെ അറിയിച്ചവർക്കുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, സിറിയ എന്ന രാജ്യം മുഴുവൻ there is only one God, ഒരു ദൈവമേ ഉള്ളൂ, അത് യഹോവയാണ്. ഒരു സൗഖ്യദായകനേ ഉള്ളൂ, അത് യഹോവയാണ് എന്ന് ഡിക്ലെയർ ചെയ്യാനുള്ളതിന്റെ റീസൺ, വീട്ടു ജോലിക്ക് നിന്ന പെങ്കൊച്ച് അവൾ അറിഞ്ഞ സത്യം പറയാൻ മടിക്കാതിരുന്നത് കൊണ്ടാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മടിക്കരുത്. മടിക്കാതിരുന്നാൽ ആ ശേഷിപ്പിനെ കൊണ്ട് നീയാകുന്ന ആ വീട്ടിൽ അവൾ ഒരു ശേഷിപ്പായിരുന്നു. ആ ശേഷിപ്പിനെ കൊണ്ട് ദൈവം ഒരു രാജ്യത്തെ തൊട്ടതുപോലെ നിന്നിലൂടെ സ്വർഗത്തിലെ ദൈവം തന്റെ പ്രവൃത്തികൾ ചെയ്തെടുക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. എല്ലാറ്റിനകത്തും ദൈവം പ്രവർത്തിക്കുന്നത് ഈ ശേഷിപ്പിലൂടെയാണ്. ഞാൻ ഹീലിംഗിനെ കുറിച്ച് പറയാം. വേദപുസ്തകത്തിനകത്ത് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ 12 സംവത്സരമായി രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നൊരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. ചേർന്ന് ആമേൻ പറഞ്ഞേ. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അകത്ത് സ്പിരിറ്റിൽ ഒരു ലീഡ് വരുന്നത് ഞാൻ പറയട്ടെ. ഈ കൊച്ചു പിള്ളേരില്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ, അവരോട് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയണം. ചെറുപ്പക്കാരോടൊക്കെ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയണം. ആ പിള്ളേരൊക്കെ ഇപ്പൊ വളരും, ആ കൊച്ചുങ്ങളൊക്കെ ഇപ്പൊ വളരും, ഒരു വലിയ മക്കളുമാരാവും. ആരോടേലൊക്കെ സുവിശേഷം പറ, അറിഞ്ഞ സ്നേഹം അറിയിക്ക്. ഹല്ലേലൂയ. ഒരു ജീവിതം ദൈവം തന്നത് പ്രയോജനപ്പെടുത്ത്. കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള മിനിസ്ട്രി ഭയങ്കര, യൗവനക്കാരുടെ ഇടയിലുള്ള മിനിസ്ട്രി അതിശക്തമാ. പറയണം, എൻ്റെ അകത്ത് ഭയങ്കര പ്രേരണ ലഭിക്കുകയാണ്. ഈ മീറ്റിംഗ് നടത്താൻ ഒത്തിരി ചെലവുണ്ടായിരിക്കാം, ഒത്തിരി ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം, അതവിടെ നിൽക്കട്ടെ. ദൈവം നമ്മളെ കരുതും. ഒരു വ്യക്തിയെങ്കിലും കർത്താവിനെ അറിഞ്ഞാൽ, ഒരു വ്യക്തിയെങ്കിലും യേശുവിനെ അറിഞ്ഞാൽ, ഒരാത്മാവിന്റെ വില മുഴു ലോകത്തേക്കാൾ വിലയുള്ളതാണ്. ഈ ക്രൗഡിന്റെ മുകളിലേക്ക് ഒരു ഹാർവസ്റ്റിന്റെ, ഒരു വലിയ കൊയ്ത്തിന്റെ മൂവിനെ അയക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പറയണം,
ഒരു സൺഡേ നിങ്ങൾ ചർച്ചിലേക്ക് വരുമ്പോൾ ഒരാളെയെങ്കിലും നിങ്ങൾക്ക് ദൈവത്തിലേക്ക്, കർത്താവിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഒരു സങ്കടം തോന്നണം. ഒരാളെയെങ്കിലും ക്രിസ്തുവിലേക്ക് നിങ്ങൾക്ക് നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വിഷമം തോന്നണം. പറയണം മക്കളെ, മടിക്കല്ല്. അതുകൊണ്ട് ഒരു ശുശ്രൂഷ, കുഞ്ഞുങ്ങളുടെ ഇടയിലെ ശുശ്രൂഷ ചെറുതല്ല. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനായിട്ട് സ്തോത്രം. യൂത്ത് മിനിസ്ട്രി നടത്തുന്നവർക്കായി സ്തോത്രം. വഴിയോരങ്ങളിൽ നിന്ന് ട്രാക്റ്റുകൾ കൊടുക്കുന്നത് എന്നെ ചെറുതായി കാണരുത്, അതിനായിട്ട് സ്തോത്രം. തെരുവുകളിൽ നിന്ന് പ്രസംഗിക്കുന്നത് ചെറുതായി കാണരുത്, അതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. താങ്ക് യു ലോർഡ്. നോക്കിയേ, മർക്കോസ് 5:25 പറയുന്നു, തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്നൊരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. ആ വാക്കെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ച്, പല വൈദ്യന്മാരാലും ഏറിയ കഷ്ടതകൾ സഹിച്ച്, ഒട്ടും ഭേദം വരാതെ, പറഞ്ഞേ ഒട്ടും ഭേദം വരാതെ, ഒട്ടും ഭേദം വരാതെ. അങ്ങനെയാണെങ്കിൽ 12 വർഷം ബ്ലീഡിംഗ് ഇഷ്യൂ ഉള്ള ഒരു സഹോദരി, മനുഷ്യന്റെ ജീവൻ രക്തത്തിലല്ലയോ ഇരിക്കുന്നതെന്നാണ് ബൈബിൾ പറയുന്നത്. യേശു തന്റെ ജീവനെ നമുക്ക് തന്നു എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം യേശു തന്റെ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി ഒഴുക്കി. 12 വർഷമായി ഇതുപോലെ ബ്ലീഡിംഗ് ഇഷ്യൂ ഉള്ള ഈ സഹോദരി എത്ര ടയർഡായിരിക്കും, അവൾ എത്ര മെലിഞ്ഞിരിക്കും, അവൾ എത്ര ക്ഷീണിതയായിരിക്കും, അവൾ എത്ര സിക്കായിരിക്കും, അവൾ എത്ര അവശയായിരിക്കും. ഒരു ഡോക്ടർമാർക്കും ഒരു ട്രീറ്റ്മെന്റുകൾക്കും ഒന്നും ചെയ്യാൻ മേലാതെ പോയ ഈ സിസ്റ്റർ, ഈ സഹോദരി, ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ മേലാത്ത സാഹചര്യം നിന്റെ മുമ്പിൽ വന്നാൽ ദൈവത്തിന് അതിലെന്തോ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. നിനക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തൊരു പ്രതിസന്ധി നീ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, അത് ദൈവം ഹാൻഡിൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഏറിയ ഒന്ന് സഹിച്ച് ഈ സഹോദരി യേശുവിന്റെ വർത്തമാനം കേട്ടിട്ട്, നിങ്ങൾ ഈ രംഗം ശ്രദ്ധിക്കണം, ഒരു സൂപ്പർഫിഷ്യലായി പോകരുത്, ഇതിനെ ഇമാജിൻ ചെയ്യണം. യേശു കർത്താവിന്റെ വർത്തമാനം കേട്ടിട്ട് ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. വലിയ ക്രൗഡാണ്, ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ പോകാൻ പാടാണ്. അതിന്റെ കൂടെ ഇവൾ 12 വർഷമായി ട്രീറ്റ്മെന്റ് ചെയ്യുന്നവളാണ്, സിക്കാണ്, അവശയാണ്, ശരീരത്തിൽ നിന്ന് പോകുന്നത് ബ്ലഡാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവൾ പുറത്തിറങ്ങുന്നത് പരീശന്മാരോ പള്ളിപ്രമാണികളോ പുരോഹിതന്മാരോ കാണാൻ പാടില്ല എന്നുള്ളതാണ് അന്നത്തെ കാലത്തിൽ. കാരണം രക്തസ്രവമുള്ളവൾ, ബ്ലീഡിംഗ് ഇഷ്യൂ ഉള്ളവൾ ആരെയും തൊടാൻ പാടില്ല. തൊട്ടാൽ തൊടുന്നവൻ, തൊടപ്പെട്ടവൻ അശുദ്ധനായിരിക്കും. അവൻ സന്ധ്യ വരെ, ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, രക്തസ്രവമുള്ളവൾ തൊട്ടാൽ തൊടപ്പെടുന്നവൻ സന്ധ്യ വരെ ഞാൻ അശുദ്ധൻ, ഞാൻ അശുദ്ധൻ, ഞാൻ അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത്രയും സിറ്റുവേഷൻ നിൽക്കുമ്പോൾ, ഇത്രയും ചലഞ്ചുകൾ നിൽക്കുമ്പോൾ ആരോഗ്യ പ്രശ്നമാണ് ഏറ്റവും വലുത്. എണ്ണീറ്റ് പോകാൻ ആരോഗ്യ പ്രശ്നം. അവൾ മരണത്തെ മുഖാമുഖം കണ്ടവളാണ്. ഇനി ജീവിച്ചിരിക്കുമോ എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആണ്. അവൾ വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ്. പക്ഷേ ഇത്രയും ക്രൗഡിന്റെ ഇടയിലൂടെ, തിക്കിത്തിരക്കുന്നവരുടെ ഇടയിലൂടെ, ആ പടത്തിലൊക്കെ കാണുന്നില്ല ഇങ്ങനെ എഴഞ്ഞു പോയി തൊടുന്നേ, അത് കറക്റ്റാ. എന്തിനാണെന്നറിയാവോ ചിത്രകാരൻ അങ്ങനെ വരച്ചേക്കുന്നേ? അത് വരച്ചേക്കുന്ന അങ്ങനെ ഇങ്ങനെ മുട്ടയിൽ നിന്ന് പോയി ഇങ്ങനെ തൊടുന്ന ആ രംഗം വരച്ചിരിക്കുന്നതിന് കാരണം നേരെ പോയി കയറാൻ പറ്റുകയില്ല. അവളെ എല്ലാവർക്കും അറിയാം. 12 വർഷമായിട്ട് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നവൾ, ആ സ്ത്രീയെയും അവളുടെ രോഗം എന്താന്ന് ഒരുമാതിരിപ്പെട്ട വിശുദ്ധന്മാർക്കെല്ലാം അറിയാം. ആരും മിണ്ടുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, ബൈബിൾ പറയുന്നു, ആ ക്രൗഡിന്റെ ഇടയിലൂടെ ഇടിച്ചു കയറി കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലയിൽ തൊട്ട് ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് സൗഖ്യം ആകാനുള്ള ആരോഗ്യം.
ദൈവം അവളിൽ ശേഷിപ്പിച്ചു. ആമേൻ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള ഒരു ആരോഗ്യം, ആമേൻ. മുട്ടയിൽ ഇഴഞ്ഞു കയറി തൊടാനുള്ള ഒരു ആരോഗ്യം, ആമേൻ. ഈ ക്രൗഡിന്റെ ഇടയിലൂടെ ഇടിച്ചു കയറി പോകാനുള്ള ഒരു ആരോഗ്യം, ഈ 12 വർഷം ആരോഗ്യം മുഴുവൻ ചോർന്നു പൊയ്ക്കൊണ്ടിരുന്ന അവക്ക് കുറച്ച് ആരോഗ്യം ദൈവം ബാക്കി വെച്ചിരുന്നു. എന്റെ ദൈവം അവിടുന്ന് തുടങ്ങി ഒരു പുതിയ ലൈഫ്. ഞാൻ ഈ ചിലരോട് ദൈവം ഇടപെടുകയാണ്. ഒരു ശേഷിപ്പിനകത്ത് നിന്ന് എന്റെ ദൈവം പുതിയ തുടക്കങ്ങൾ കൊണ്ടുവരും. ഒരു ശേഷിപ്പിനകത്ത് നിന്ന് എന്റെ ദൈവം പുതിയ തുടക്കങ്ങൾ കൊണ്ടുവരും. ജോബിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ജോബിന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ജോബിനെ പരീക്ഷിക്കുന്ന സമയത്ത് ദൈവം സാത്താനോട് പറയുന്നുണ്ട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, പക്ഷെ അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. അവന്റെ വസ്തുക്കൾ നീ എടുത്തോ, അവന്റെ ആടുമാടുകൾ നീ എടുത്തോ, അവന്റെ എല്ലാം നീ എടുത്തോ, മക്കളെ എടുത്തോ, എല്ലാം എടുത്തോ, പക്ഷേ അവന്റെ പ്രാണനെ നീ ശേഷിപ്പിക്കണം. അവന്റെ പ്രാണനെ നീ ശേഷിപ്പിക്കണം. നിങ്ങൾക്കറിയുമോ, യോബിന്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. മക്കൾ നഷ്ടപ്പെട്ടു, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, സൗന്ദര്യം നഷ്ടപ്പെട്ടു. ഒരു ഓട്ട് കഷ്ണം എടുത്തു വെച്ച് വ്രണം ചുരണ്ടുകയാണ്. പക്ഷെ അവൻ മരിച്ചില്ല. കാരണം ദൈവം പറഞ്ഞിരുന്നു അവന്റെ ആയുസിനെ ബാക്കി വെച്ചേക്കണോന്ന്, അവന്റെ പ്രാണനെ ബാക്കി വെച്ചേക്കണോന്ന്. നിങ്ങൾക്കറിയാമോ, ദൈവം തമ്പുരാനോടുള്ള ബന്ധത്തിൽ അത് മതിയായിരുന്നു. യോബേ, നിന്റെ മൂക്കിനകത്തൊരു ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് തുടങ്ങും. ഞാൻ അവിടുന്ന് തുടങ്ങും. ആ ശേഷിപ്പിക്കപ്പെട്ട ആയുസ്സിനകത്തുനിന്ന് ഒരു പുതിയ ലൈഫ് ഉണ്ടാകും. ഇവിടെ നിന്നൊരു ദൂത് പറയാം. നിങ്ങൾ ഇന്ന് ആയുസ്സോടെ ആരോഗ്യത്തോടെ, പൈസ നഷ്ടം ഉണ്ടായി കാണാം, പല പ്രതീക്ഷകളും നടന്ന് കാണത്തില്ല, ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണാം, പക്ഷേ ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ഇവിടെ നീ വന്നിരിപ്പുണ്ടെങ്കിൽ നിന്നെ കുറിച്ച് ദൈവത്തിന് ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ട്. നിനക്കില്ലാത്ത പ്രതീക്ഷയുണ്ട്. മനുഷ്യൻ വെച്ച പ്രതീക്ഷയല്ല, പിശാച് വെച്ച പ്രതീക്ഷയല്ല, അന്ധകാര ശക്തികൾ വെച്ച പ്രതീക്ഷയല്ല. ദൈവം നിന്നെ കുറിച്ച് വലിയൊരു പ്രതീക്ഷയുണ്ട്. എല്ലാം അവസാനിച്ചെന്ന് നീ പറയുമ്പോഴും ദൈവം ചിലത് തുടങ്ങാൻ പോവുകയാണ്. ഞാനിത് എത്ര അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണെന്നറിയോ ഈ പറയുന്നേ. മക്കളെ, 1-2 അല്ല, അവസാനിച്ചു എന്ന് കരുതിയെടുത്തുന്ന ഒരു ശേഷിപ്പിലൂടെ ദൈവം തുടങ്ങിയ ചരിത്രം. മക്കളെ, ദൈവത്തിന് അത് മതി, അത് മതി. ദാവീദേ, നിന്റെ കയ്യിൽ വാളില്ലെങ്കിലും വേലില്ലെങ്കിലും പരിചയമില്ലെങ്കിലും ദാവീദ് പറഞ്ഞു 5 കല്ലുണ്ട്. ദൈവം പറഞ്ഞു എനിക്ക് 5 എണ്ണം വേണ്ട, അതിനകത്ത് 1 എണ്ണം മതി. കനാവിലെ കല്യാണ വീട്ടിൽ വിളമ്പാൻ വീഞ്ഞില്ലെങ്കിലും കിണറ്റി ഇച്ചിരി വെള്ളമുണ്ടോ, വെള്ളം അവശേഷിക്കുന്നുണ്ടോ, യേശു പറഞ്ഞു എനിക്ക് ആ വെള്ളം മതി, എനിക്ക് ആ വെള്ളം മതി. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഇരിക്കുന്ന മുടമ്പൻ വല്ലതും കിട്ടുമെന്ന് കരുതി നോക്കുമ്പോൾ പത്രോസ് പറയുന്നു, പൊന്നോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല, പണമൊന്നും ഞങ്ങളുടെ കയ്യിൽ ശേഷിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ ശേഷിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ നിനക്ക് തരിക. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക. ഇച്ചര പാടാൻ അറിയാം, കുറച്ച് പ്രാർത്ഥിക്കാൻ അറിയാം, പക്ഷേ എനിക്ക് കുറച്ച് വരയ്ക്കാൻ അറിയാം, എല്ലാം പോയിട്ടില്ല പക്ഷേ ഇപ്പോഴും എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രതീക്ഷകൾ എൻ്റെ അകത്തുണ്ട്. മക്കളെ, ഞാൻ ഇങ്ങനെ നിന്നോട് പറയുന്നു, ആ ചെറുതിനെ വലുതാക്കാൻ ദൈവത്തിന് കഴിയും. അതിൻ്റെ കൂടെ ഒരു അഭിഷിക്തന്റെ, ഒരു ദൈവ മനുഷ്യന്റെ ഒരു ഡിക്ലറേഷനും ബ്ലസ്സിങ്ങോട് ഉണ്ടെങ്കിൽ 10 കൊല്ലം കൊണ്ട് നടക്കേണ്ടതിനെ 10 ദിവസം കൊണ്ട് തീർത്തെടുക്കാൻ ദൈവത്തിന് കഴിയും. ജോബിന്റെ ആയുസിനെ ദൈവം അവശേഷിപ്പിച്ചു. മക്കളെ, ആയുസുണ്ടോ കയ്യില്? ആരോഗ്യമുണ്ടോ? ആരോഗ്യ ഇച്ചരയുണ്ടോ? കണ്ട അമ്മ കസേര ചാരി ഇരിക്കുന്നു. കുറച്ചുണ്ടോ? ശ്വാസം വിടുന്നുണ്ടോ? അമ്മ എഴുന്നേക്കും. കുറച്ചുണ്ടോ?
പിള്ളേരുണ്ടോ? ആയുസോടുണ്ടോ? പിള്ളേർ ആയുസോടുണ്ടോ? നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. എന്റെ അകത്ത് കർത്താവ് പറയുന്നു, ഇല്ലാത്തതിനെ ചിലത് കർത്താവ് ഉള്ളതുപോലെ വിളിക്കാൻ പോവുകയാണ്. അടുത്തിരിക്കുന്നവരുടെ പറഞ്ഞിട്ടെ, എല്ലാം ഒന്നും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞാട്ടെ, എല്ലാം ഒന്നും കഴിഞ്ഞിട്ടില്ല. സമയമൊന്നും പോയിട്ടില്ല. കാര്യങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. ദൈവം ആ ശേഷിപ്പിന്ന് തുടങ്ങും. 1 രാജാക്കന്മാരുടെ പുസ്തകം പെട്ടെന്ന് പറയാൻ പോകും. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 12, 13, 14 വാക്യം. ഈ സാരഫത്തിലെ വിധവയായ സ്ത്രീ എലിയാവ് എന്ന പ്രവാചകനോട് പറയുന്ന ഒരു വാക്കാണിത്. നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം മാത്രമല്ലാതെ ഒരപ്പവുമില്ല. ഇതാ 2 വിറക്, പറഞ്ഞ് 2 വിറക്, 2 വിറക് വിറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു. Are you listening me? കർത്താവ് നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ടൈം വരികയാണ്. I am feeling the presence of God. Amen. Hallelujah. റൈറ്റ് ടൈമിൽ, കൃത്യമായ സമയത്ത് ഒരു റൈറ്റ് പേഴ്സണെ ദൈവം സരഫത്തിലെ വിധവയുടെ അടുക്കലേക്ക് അയക്കുകയാണ്. കറക്റ്റ്, നമ്മൾ പറഞ്ഞില്ലേ, കറക്റ്റ് ടൈമിങ്. ഈ ദൈവദാസൻ ആ ടൈമിൽ ആ സഹോദരിയുടെ അടുക്കൽ ചെന്നില്ലായിരുന്നെങ്കിൽ ഈ അമ്മയും ഈ മകനും അന്ന് രാത്രി ആത്മഹത്യ. കൃത്യ ടൈമിംഗ് ആണത്. ദൈവത്തിന്റെ ടൈമിംഗ് കൃത്യമായിരിക്കും. ദൈവത്തിന്റെ സമയം തെറ്റത്തില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സമയം പോയി എന്ന് തോന്നുമ്പോഴും ദൈവം പറഞ്ഞില്ല, എന്റെ ടൈമിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ അവള് പറഞ്ഞ വാക്ക്, എലിയ പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണം. വെള്ളം എടുക്കാൻ തിരിഞ്ഞപ്പോ സഹോദരിയുടെ പറയാണ്, എനിക്ക് 2 അപ്പവും കൂടെ ചുട്ടോണ്ട് വരണം, കഴിക്കാൻ എന്തേലൂടെ എടുത്തോണ്ട് വരണം. സത്യമായിട്ടും ഈ സഹോദരി മരിക്കാനിരിക്കുന്ന ആളാണ്. 1 പിടി മാവും അല്പം എണ്ണയും 2 വിറകേ കയ്യിലുള്ളൂ. അവൾ നിൽക്കുന്നത് അവളുടെ സാഹചര്യത്തിലാണ്. ഏലിയാവ് നിൽക്കുന്നത് ആത്മതലത്തിലാണ്. ഏലിയാവിനറിയാം, ദൈവം ഇവളുടെ ലിമിറ്റേഷനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ അഭിഷിക്തന്റെ കരങ്ങളിലേക്ക് ചിലത് വരണം. ഇവളുടെ ലിമിറ്റേഷൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ. ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മേളിൽ പ്രവചിച്ചിടാൻ കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പരിമിതികളും ഒളിഞ്ഞു പോകട്ടെ. അത് എവിടെയാണെങ്കിലും, ഏത് മേഖലയിലാണെങ്കിലും, അത് ഫൈനാൻസുമായി ബന്ധപ്പെട്ടതാകാം, ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാകാം, അഭിഷേകവുമായി റിലേറ്റ് ചെയ്തതാകാം, എന്തുമാകാം. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ലിമിറ്റേഷനുകളെയും കർത്താവ് ബ്രേക്ക് ചെയ്യട്ടെ. കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ബ്രേക്ക് ആകട്ടെ. ഇതിനകത്ത് പൈശാചികമായ പരിമിതികൾ, എന്ത് ചെയ്തിട്ടും എത്ര ശ്രമങ്ങൾ നടത്തിയിട്ടും കയറി വരാൻ പറ്റാതെ ലോക്കായിപ്പോയ ജീവിതങ്ങൾ യേശുവിൻ നാമത്തിൽ ആ ലിമിറ്റേഷൻ ബ്രേക്ക് ആകട്ടെ. അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആ ലിമിറ്റേഷൻ രാത്രി യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. ഒരു പരിധിയില്ലാത്ത അഭിഷേകം, ഒരു പരിമിതിയില്ലാത്ത അനോയിന്റിംഗ്, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു നദി ഈ ജനത്തിന്റെ മേളിൽ കർത്താവിനാൽ തുറന്നു വരട്ടെ. അവരുടെ ആരോഗ്യത്തിന്റെ മേളിൽ, അവരുടെ സാമ്പത്തികത്തിന്റെ മേളിൽ 1 പിടി മാവും അല്പമെണ്ണയും 2 വിറകുമല്ല. എന്നും 1 പിടി മാവും അല്പമെണ്ണയും 2 വിറകുമല്ല. 1 പിടി മാവും അല്പമെണ്ണയും 2 വിറകുമല്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ ലിമിറ്റേഷനുകൾ ബ്രേക്ക് ആകട്ടെ. ആ ലിമിറ്റേഷനുകൾ ബ്രേക്ക് ആകട്ടെ.
നിങ്ങളുടെ ബിസിനസ്സിനകത്ത് അത് ഉണ്ടാകട്ടെ. Amen. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സോഴ്സുകൾ ഫൈനാൻഷ്യൽ തലങ്ങളുമായി റിലേറ്റ് ചെയ്ത് യേശുവിൻ നാമത്തിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില നോട്ടിഫിക്കേഷനുകൾ ഉണ്ടാകട്ടെ. ചില കൂട്ടിമുട്ടലുകൾ, ചില എൻകൗണ്ടറുകൾ അതിനകത്ത് ഉണ്ടാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ ദൂതൻ, ഞാൻ ഇങ്ങനെ ഒരു വിഷൻ കാണുകയാണ്. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ, നീ സ്വപ്നത്തിലൂടെ ഉറങ്ങിക്കിടക്കുമ്പോൾ, ആ സ്വപ്നങ്ങളിലൂടെ ചില അഭിഷേകത്തിന്റെ കൈമാറ്റങ്ങൾ ചിലരുടെ മേളിൽ സംഭവിക്കട്ടെ. രാവിലെ നേരം പുലർന്ന് എഴുന്നേൽക്കുമ്പോൾ നിന്റെ നാവ് ഒരു പ്രവാചകന്റെ നാവായി, ഒരു പ്രവാചകയുടെ നാവായി പരിശുദ്ധാത്മാവ് മാറ്റട്ടെ. എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. എന്നും ഒരു പിടിമാവല്ല, എന്നും അല്പമെണ്ണയല്ല, എന്നും രണ്ട് വിറകല്ല. ദൈവം ഒരു അഭിഷിക്തനെ നടുവിലേക്ക് അയക്കുന്നത്, ദൈവം ചിലരെ നിങ്ങളുടെ മധ്യയിൽ സെൻഡ് ചെയ്യുന്നത്, ദൈവം ചിലരെ പട്ടണത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്, ആ പട്ടണത്തിൽ ജീവിക്കുന്ന ജനങ്ങളിലും നിൽക്കുന്ന ചില ലിമിറ്റേഷനുകളെ, പരിമിതികളെ പൊളിച്ചു കളയാൻ വേണ്ടിയിട്ടാണ്. Thank you, Jesus. ഞാനത് എന്റെ സ്പിരിറ്റിൽ, എന്റെ ആത്മാവിൽ നിങ്ങൾ പോലും അറിയാതെ എല്ലാത്തിനകത്തും ഒരു അതിര് വരച്ചതുപോലെ, മതില് കെട്ടി വെച്ചതുപോലെ നിൽക്കുന്ന പരിമിതികളെ ജോസഫിന്റെ ദൈവം ഒളിച്ചു കളയാം. ജോസഫിന്റെ ദൈവം പൊളിച്ചു കളയട്ടെ. മിസ്രൈമിൽ സുഭിക്ഷിതമായ കാലത്ത് പ്രോസ്പെരിറ്റി ഉണ്ടായപ്പോൾ ജോസഫിന് ഗോതമ്പ് എണ്ണാൻ കഴിയാതെ, അളക്കാൻ കഴിയാതെ അളവ് നിർത്തിവെച്ചു. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വിത്തൗട്ട് നമ്പർ, ഹി കാൻറ്റ് കൗണ്ട് ഇറ്റ്. ജോസഫിന് അത് എണ്ണുവാൻ കഴിയാതെ, അളക്കുവാൻ കഴിയാതെ അളവ് നിർത്തിവെച്ചു. അളവ് നിർത്തിവെച്ചു. ജോസഫിന്റെ പ്രശ്നങ്ങൾ, പ്ലീസ് ബി സ്വീറ്റ്, ജോസഫിന് കൗണ്ട് ചെയ്യാൻ പറ്റി. ജോസഫിന്റെ ലൈഫിലെ പ്രശ്നങ്ങൾ ജോസഫിന് എണ്ണാൻ പറ്റി. പക്ഷെ ജോസഫിന്റെ ലൈഫിലെ ബ്ലെസ്സിങ്സ് അത് കൗണ്ട് ചെയ്യാൻ പറ്റിയില്ല. അൺന്യൂമറബിൾ, എണ്ണാൻ കഴിഞ്ഞില്ല. നിങ്ങൾ പ്രശ്നങ്ങൾ എണ്ണുന്നുണ്ടായിരിക്കും അല്ലേ? പ്രതിസന്ധികളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ? പക്ഷേ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല. ഇത് യഹോവയുടെ അരുളപ്പാട്. The Lord said to me to release this word here. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. ഏലിയാവ് ആ അടയും വാങ്ങിച്ച് ഭക്ഷിച്ച് ആ വെള്ളവും കുടിച്ചു. ഇനി നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ഇനി പാസ്റ്റർമാരെല്ലാം ഇത് ശ്രദ്ധിക്കണം, ദൈവദാസന്മാരിത് പ്രത്യേകിച്ച് കേൾക്കണം. ഈ സാരാപത്തിലെ വിധവ എന്ന് പറയുന്നത്, സാരാപത്ത് എന്ന് പറയുന്നത്, ആദ്യം അത് പറയാം. ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയുടെ സ്വദേശമാണ്. പിടികിട്ടിയോ? വേദപുസ്തകത്തിലെ ആഭിചാരങ്ങൾക്ക്, തിന്മകൾക്ക് പുതിയ നിയമത്തിൽ വരുമ്പോഴും ഇസബേൽ എന്ന വാക്ക് ഡിമോണിക്കാണ്. വെളിപ്പാട് പുസ്തകത്തിലുണ്ട്, ഡിമോണിക്കാണ്. ആ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയുടെ ജന്മസ്ഥലമാണ് സരഫത്ത്. കേൾക്കുന്നോ? ഈ ചൂരച്ചെടിയുടെ ചൂട്ടിൽ ഒളിച്ചിരുന്നപ്പോ കാക്ക അപ്പം ഇറച്ചിയായി വന്നു. കെരീത്ത് തോട്ടിന്ന് വെള്ളം കുടിച്ചു അല്ലേ? ഈ സമയങ്ങളിലെല്ലാം ഈ ഇസബേലും ആഹാബും ഏലിയാവിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്തിനാ അന്വേഷിക്കുന്നറിയോ? ബിരിയാണി മേടിച്ചു കൊടുക്കാനല്ല, കൊല്ലാൻ.
തീർത്ത് കളയാൻ, ഇല്ലാതാക്കാൻ. കാരണം ആ കൊട്ടാരത്തിനകത്ത് കയറി ദൂത് പറഞ്ഞിട്ടാ പുള്ളി പോയേക്കുന്നേ. പക്ഷേ ആ രാജ്യത്തിന്റെ ഭരണാധികാരി ആ രാജ്യം മുഴുവൻ തിരക്കിയിട്ടും തപ്പിയിട്ടും ഏലിയാവിനെ കിട്ടിയില്ല. കാര്യം എന്നറിയോ? ദൈവം ഒരുത്തനെ മറച്ചു പിടിച്ചാൽ ശത്രുവിന് അവനെ കിട്ടുകയില്ല. ഒത്തിരി സംഭവങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. ചേർന്ന് ആമീൻ പറയാവോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സാരാപത്തിലെ വിധവയുടെ സ്ഥലമാണ്, ഇസബേലിന്റെ സ്ഥലമാണ് സരഫത്ത്. ഏലിയാവിനെ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയവളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി പുള്ളി 3 വർഷം താമസിച്ചു. ഇനി ഒരു കാര്യം കൂടെ കേട്ടോണം. ഈ 3 വർഷം ഏലിയാവ് താമസിക്കുന്നത് ഒരു വിധവയായ സ്ത്രീയുടെ വീട്ടിലാണ്. അവളും കൊച്ചും മാത്രമേ ഉള്ളൂ. പക്ഷേ ആ മനുഷ്യൻ അതിശക്തമായ അഭിഷേകത്തിലും ദൈവകൃപയിലും നിന്നതിനാൽ, അവിടെയൊന്നും അങ്ങേര് പാപം ചെയ്യാതെ നിന്നതിനാൽ, ആ വിധവയുടെ പൈതൽ മരണപ്പെട്ടപ്പോൾ ആ പട്ടണത്തിൽ ഈ കുഞ്ഞിനെ ഏലിയാവ് ഉയർപ്പിച്ചു. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ കർത്താവ് എന്നെ പ്രേരിപ്പിക്കുന്നു. ദൈവം ചില സാരാപത്തുകളെ നിന്റെ മുമ്പിൽ തുറക്കുമ്പോൾ, പാപം ചെയ്യാനുള്ള അവസരവും അധികാരത്തിൻ്റെ അവസരങ്ങളും ഒക്കെ പ്രശസ്തികളും ഒക്കെ നിന്റെ മുമ്പിൽ വരുമ്പോഴും ക്രിസ്തുവിൽ നീ ആരാണെന്ന് മനസ്സിലാക്കി നിന്റെ ജീവിതത്തെയും നിന്റെ പ്രാർത്ഥനയും നിന്റെ വിശുദ്ധിയെയും നീ കാത്തു സൂക്ഷിച്ചാൽ, ആ പട്ടണത്തിനകത്ത് മരിച്ചവരെ ഉയർപ്പിക്കത്തക്ക നിലയിൽ ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. ഞാൻ ഇവിടെയും കണ്ടത് 2 വിറകിൽ നിന്ന്, അല്പമെണ്ണയിൽ നിന്ന്, ഒരു തുരുത്തി മാവിൽ നിന്ന് ക്ഷാമകാലത്തും സമൃദ്ധിയായി ദൈവം നടത്തിയതാണ്. പറയാമോ? ശേഷിപ്പ്. ശബ്ദമുയർത്തി പറഞ്ഞേ, ശേഷിപ്പ്, ശേഷിപ്പ്. ഈ മലാക്കി പ്രവാചകന്റെ മീഖ പ്രവാചകന്റെ പുസ്തകം പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. മീഖ പ്രവാചകന്റെ പുസ്തകത്തിലും 2-ാം അധ്യായം 12 മുതൽ 13 വരെ, യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെ ഒക്കെയും ചേർത്തുകൊള്ളും, ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും. തൊഴുത്തിലെ ആടുകളെ പോലെ, മേച്ചിൽ പുറത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ഇന്ന് ഈ ആലുവയിൽ ഈ ഒരു വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ശേഷിപ്പായി നിൽക്കുന്ന ഒരു കൂട്ടത്തെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടത്തെ ഒരുമിച്ച് കൂട്ടും. ആ കൂട്ടം അവിടെ എത്തിക്കഴിയുമ്പോൾ ആൾപ്പെരുപ്പം ഹേതുവായി അവിടെ വലിയ മുഴക്കമുണ്ടാകും. ഞാൻ ഇങ്ങനെ പറയുന്നു, ആ ആൾ ഈ ദേശത്തോടുള്ള ബന്ധത്തിൽ ഈ ആൾപ്പെരുപ്പം ഹേതുവായി ഉണ്ടാകുന്ന ശബ്ദമാണ്. ദാറ്റ് സൗണ്ട് ഈസ് ദ സൗണ്ട് ഓഫ് റിവൈവൽ. ആ ശബ്ദമാണ് ഉണർവിന്റെ ശബ്ദം. 10,000 ഒന്നിച്ച് ആരാധിക്കുന്ന ശബ്ദം, 10,000 ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കുന്ന ശബ്ദം ഈ പട്ടണത്തിന്റെ മേളിൽ, ഈ ജില്ലയുടെ മേളിൽ ഉയരുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് അധരങ്ങൾ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന്, നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ നിന്ന് എന്റെ ദൈവം നിങ്ങളെ ഒരു ശേഷിപ്പാക്കി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് താങ്കളിലൂടെ ദൈവം ചിലത് തുടങ്ങാൻ പോവുകയാണ്. എന്നെ ശേഷിപ്പാക്കി ഒരു റെമനന്റ് ചർച്ച് ആക്കി, ഒരു റെമനന്റ് ഗ്രൂപ്പ് ആക്കി, ഒരു റെമനന്റ് പേഴ്സൺ ആക്കി എന്നെ നിർത്തിയിരിക്കുന്നതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ ശേഷിപ്പിനകത്ത് നിന്ന് എലീശായുടെ അസ്ഥികളെ ശേഷിപ്പിച്ചിട്ട് ആ അസ്ഥിയിൽ തട്ടി മരിച്ചവൻ ഉയർത്തതുപോലെ, ആ ഒരു പിടി മാവിൽ നിന്ന്, അല്പമെണ്ണയിൽ നിന്ന് ക്ഷാമകാലത്തും സമൃദ്ധി കൊണ്ടുവന്നതുപോലെ, ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ആ ചെറിയ പെൺകുട്ടിയിലൂടെ സിറിയ എന്ന പട്ടണം ജീവനുള്ള ദൈവത്തെ അറിഞ്ഞതുപോലെ, ഒരു ശേഷിപ്പിനകത്തുനിന്ന് ദൈവം ഒരു വലിയ പ്രവൃത്തിയെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആ കൈകളെ ഉയർത്തിപ്പിടിക്കാം, കണ്ണുകളടയ്ക്കാം. ലോർഡ്, ഐ താങ്ക് യു ഫോർ യുവർ ഗ്രേസ്. ഒന്നും അവസാനിക്കുന്നില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒന്നും തീർന്നിട്ടില്ല ബ്രദർ, സിസ്റ്റർ, എല്ലാം അവസാനിച്ചിട്ടില്ല. നീ തകർന്നു പോയിട്ടില്ല, നീ പരാജയപ്പെട്ടിട്ടില്ല. വീണ്ടും പറയുന്നു, നീ പരാജയപ്പെട്ടിട്ടില്ല, നീ അവസാനിച്ചിട്ടില്ല, നീ തകർന്നു പോയിട്ടില്ല, എല്ലാം കഴിഞ്ഞിട്ടില്ല. നിന്നിലൂടെ ദൈവം ചിലത് തുടങ്ങുവാൻ പോകുന്നു.
അന്യഭാഷ പ്രാർത്ഥിച്ചേ പാസ്റ്ററെ, ദൈവദാസന്മാരെ അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചേ, കർത്താവിനെ സ്തുതിച്ചേ. നിന്നിലൂടെ എൻ്റെ കുടുംബത്തിലൂടെ ദൈവം ചിലത് ആരംഭിക്കാൻ പോവുകയാണ്. ഓ ലോർഡ്, വി താങ്ക് യു ലോർഡ്. റാക്കറ്റാൽ പ്രകറ്റാരബാരബ ശംദല റംതമനഗദല ഓ റബ ശംദൽ ഖദബാസ് യാദന. വി താങ്ക് യു ലോർഡ്. ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിനെ, ആ റെമനന്റ് ആളുകളെ തൊടുവാൻ, ആ റെമനന്റ് ഗ്രൂപ്പിനെ ടച്ച് ചെയ്യുവാൻ കർത്താവ് ഇവിടെ വന്നിരിക്കുകയാണ്. ആ 4 കൂട്ടുകാരെ പക്ഷപാതക്കാരന് വേണ്ടി ഒരുക്കിയതുപോലെ ജനങ്ങളുടെ ഇടയിലൂടെ പോയി അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലെ തൊടാൻ ആ രക്തസ്രവക്കാരി സ്ത്രീക്ക് അല്പം ആരോഗ്യം ശേഷിപ്പിച്ചതുപോലെ ഒരു ശേഷിപ്പ് നിങ്ങളുടെ പക്കലുണ്ട്. അത് അല്പമായിരിക്കും, അത് ഇച്ചിരേ കാണത്തുള്ളൂ, വലിയതൊന്നും കാണുകയില്ല. പക്ഷെ അതിനകത്തൂടെ വലിയ വാതിലുകളെ ദൈവം തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ ആ ചെറിയ മിനിസ്ട്രി, ആ കുഞ്ഞു ശുശ്രൂഷയെ ദേശങ്ങളെ തൊടുന്ന ഒന്നാക്കി കർത്താവ് തീർക്കാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ ആ ചെറിയ ബിസിനസ്സിനെ ദൈവം ദേശങ്ങളെ തൊടുന്ന ഒന്നാക്കി തീർക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുയേശുവിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിപ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുകയാണ്. 2026 മെയ് മാസം 8, 9 തീയതികളിൽ ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്ത് വെച്ച് നടത്തപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക ശുശ്രൂഷ മെയ് 8, 9 തീയതികളിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഈ മീറ്റിങ്ങിൽ നടത്തപ്പെടുന്നു. ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഈ മീറ്റിംഗ്. വണ്ടിപ്പെരിയാറിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം കർത്താവിൽ പ്രസിദ്ധരായ പാസ്റ്റർ ആൽവിൻ തോമസ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി അഭിഷിക്തന്മാർ, ദൈവദാസന്മാർ ഈ മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കുന്നു. നിങ്ങളെ ശുശ്രൂഷിപ്പാനായി കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, ഈ മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യരുത്. വണ്ടിപ്പെരിയാറിൽ നടക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ക്രൂസേഡിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് ഈ മീറ്റിങ്ങിൽ ഉണ്ടാകുകയും ചെയ്യണം. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിച്ചാലും മേ ഗോഡ് ബ്ലെസ് യു. ക്രിസ്തുയേശുവിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിപ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുകയാണ്. 2026 മെയ് മാസം 8, 9 തീയതികളിൽ ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്ത് വെച്ച് നടത്തപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക ശുശ്രൂഷ മെയ് 8, 9 തീയതികളിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഈ മീറ്റിങ്ങിൽ നടത്തപ്പെടുന്നു. ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഈ മീറ്റിംഗ്. വണ്ടിപ്പെരിയാറിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം കർത്താവിൽ പ്രസിദ്ധരായ പാസ്റ്റർ ആൽവിൻ തോമസ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി അഭിഷിക്തന്മാർ, ദൈവദാസന്മാർ ഈ മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കുന്നു. നിങ്ങളെ ശുശ്രൂഷിപ്പാനായി കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, ഈ മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യരുത്. വണ്ടിപ്പെരിയാറിൽ നടക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ക്രൂസേഡിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് ഈ മീറ്റിങ്ങിൽ ഉണ്ടാകുകയും ചെയ്യണം. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിച്ചാലും മേ ഗോഡ് ബ്ലെസ് യു.